ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്വാതി സന്തോഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പോളിംഗ് വിവരങ്ങളെ പ്രകാരമാണ്. എന്തായാലും ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്കനുസരിച്ച്, അതായത് 3 മണിവരെയുള്ള ശതമാനമനുസരിച്ച് 49.20 ആണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. 70.19. അതായത് മൊത്തം പോളിംഗ് ശതമാനത്തിൽ നിന്ന് ഒരുപാട് ഉയരെയാണ് വെസ്റ്റ് ബംഗാളിലെ പോളിംഗ് ശതമാനം. 70% എത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ ദില്ലി തന്നെയാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം, 44.58. രാവിലെയൊക്കെ ഒഡീഷയിലായിരുന്നു പോളിംഗ് ശതമാനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഈ ശതമാന കണക്കുകളിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ദില്ലിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടൊക്കെ രാവിലെ വലിയ തരത്തിൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇത് വലിയ തരത്തിൽ പോളിംഗ് ശതമാനം മന്ദഗതിയിലായിട്ടുണ്ട്. എന്തായാലും ഈ 58 മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്ന 6ാം ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ബിജെപിക്ക് കനത്ത തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലവിൽ ഉണ്ട്. പ്രത്യേകിച്ചും കെജ്രിവാൾ അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ബിജെപിക്ക് ഭയമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, കർഷക രോഷം അടക്കം നിൽക്കുന്ന ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ തരത്തിലുള്ള വെല്ലുവിളി ബിജെപിക്ക് നേരിടുന്ന ഘട്ടമാണ്. രാവിലെ തന്നെ നിരവധി നേതാക്കളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ദില്ലിയെ സംബന്ധിച്ച് ഒരുപാട് സ്വാധീനം, ആം ആദ്മി പാർട്ടിക്ക് ഒരുപാട് സ്വാധീനമുള്ള നേതാവാണ് ദില്ലി. 7 സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേട്ടം കൈവരിച്ചെങ്കിൽ ഇത്തവണ അത് വലിയ എളുപ്പമാവില്ല. ബിജെപിക്ക് വലിയ വെല്ലുവിളി ബിജെപിയെ സംബന്ധിച്ച് ദില്ലിയിൽ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷയുമായാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത ഘട്ടങ്ങളിൽ, അടുത്ത മണിക്കൂറുകൾ പോളിംഗ് ശതമാനം വരുന്നതിനനുസരിച്ചിരിക്കും എങ്ങനെയായിരിക്കും ഈ 6ാം ഘട്ടത്തിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്, ജനവിധി തേടിയത് എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിലെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാക്കാൻ കഴിയൂ. ആര്യ.